ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് മലബാർ സ്പെഷ്യലായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. പത്തിരിയുടെ കൂടെയൊക്കെ കോമ്പിനേഷനായിട്ട് വരുന്ന നല്ലൊരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കറിയാണ് കേട്ടോ ഈ ഒരു കറി എന്ന് പറയുന്നത്. പൊതുവെ മലബാർ ഏരിയയിലൊക്കെ പണ്ട് മുതലേ തൊട്ടുണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയും കൂടിയാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സാധാരണ നോമ്പിനൊക്കെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന റെസിപ്പിയും കൂടിയാണ് ഇത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് കടക്കാം. ഈ ഒരു കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ മുരിങ്ങയില എടുത്തിട്ടുണ്ട്. ഏകദേശം 2 കപ്പ് മുരിങ്ങയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 250 ml കപ്പിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം കൂടുതൽ ക്വാണ്ടിറ്റി തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് കഴുകി എടുത്തിട്ടില്ല, ഞാൻ ഈർന്നെടുത്തിട്ടുള്ളതാണ്. ഇനി നന്നായിട്ട് കഴുകിയെടുക്കുക. അപ്പം എന്താ പറയുക, നല്ലതുപോലെ എന്താ പറയുക ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക കേട്ടോ. അപ്പം ഞാനിപ്പോൾ കുറച്ച് കൂടുതലായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ്. അപ്പോൾ ഈ ഒരു കറിക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. അപ്പം നമ്മൾ നാടൻ കറി ആയതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയാണ് എടുക്കുന്നതാണ് നല്ലത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്, എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 3 ഉണക്കമുളകാണ്. നമ്മൾ ഈ ഒരു കറിയിൽ നമ്മൾ മുളക് പൊടിയോ അങ്ങനെയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ഉണക്കമുളകാണ് ചേർക്കുന്നത്. അപ്പോൾ ഉണക്കമുളക് ഒരുപാട് കരിഞ്ഞു പോകണ്ട, അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയിട്ട് നമുക്കതൊന്ന് ഈ എണ്ണയിൽ നിന്ന് മാറ്റാം. ഈ ഒരു കളറാകുമ്പോഴാണ് കേട്ടോ നമ്മൾ എടുക്കേണ്ടത്. പിന്നെ ഇതൊരു നല്ലൊരു ഫ്ലേവറാണ് ഈ ഒരു കറിക്ക്. ഇനി നമ്മൾ സെയിം എണ്ണയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചെറിയുള്ളിയാണ്. ഒരു 10-15 ചെറിയുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടത് ചെറിയ അങ്ങനെ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ടുള്ളതാണ്. അത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ചെറിയുള്ളി തന്നെ ഉപയോഗിക്കണം, അല്ലാതെ സവാളയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് ഒന്നും കിട്ടില്ല കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്നിങ്ങനെ മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ്. നമ്മൾ മസാലപ്പൊടിയായിട്ട് ഇതിൽ മഞ്ഞൾപ്പൊടി മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്, അല്ലാതെ നമ്മൾ വേറെ മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ അരിഞ്ഞ് നമ്മൾ വൃത്തിയാക്കി ഉയർന്നെടുത്ത് വെച്ചിട്ടുള്ള മുരിങ്ങയിലയാണ്. അത് നമ്മൾ 2 കൈപ്പിടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 2-3 കൈപ്പിടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, നമ്മൾ കഴുകിയതിന് ശേഷമാണ് കേട്ടോ. അപ്പം ഇനി അതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇത് മുരിങ്ങയില ആകുമ്പം അത് ചുരുങ്ങിയിട്ട് തീരെ ഒട്ടും ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ ഇതിപ്പോൾ ഞാൻ 3 കൈപ്പിടി എടുത്തിട്ടുണ്ട്. ഈ ഒരു കറി തയ്യാറാക്കുമ്പോൾ ഇത്രയും മുരിങ്ങയില എടുക്കേണ്ട ആവശ്യം ഇല്ല കേട്ടോ. ഞാൻ കൂടുതൽ മുരിങ്ങയില എടുത്തിട്ട് ചെയ്യുന്നതാണ്. മുരിങ്ങയിലേൻ്റെ ഫ്ലേവർ കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ എടുക്കാം. ഇനി നമുക്ക് ഈ ഒരു മുരിങ്ങയില ചെറുതായിട്ടൊന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഒരുപാട് വേവൊന്നുമില്ല. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ അതൊന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വെള്ളമാണ്. 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 കോഴിമുട്ടയാണ്. അപ്പം എന്നിട്ട് നമുക്ക് ഈ മുട്ട നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഒരുപാട് അങ്ങ് ഉടച്ചു കൊടുക്കണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് ആ മുട്ടേൻ്റെ കഷ്ണങ്ങളൊക്കെ അതിലുണ്ടാകുന്ന രീതിയിലായിരിക്കണം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് മുട്ടേൻ്റെ ഫ്ലേവർ കൂടുതലായിട്ടുണ്ടെങ്കിൽ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ മുരിങ്ങയിലേൻ്റെ അളവ് കുറച്ചിട്ട് മുട്ട കൂടുതൽ എടുക്കാം കേട്ടോ. അങ്ങനെയും നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ തേങ്ങ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മുളകും ചെറിയുള്ളിയും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു അല്പം പെരിഞ്ജീരകം, ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് അരച്ചു കൊണ്ടുവരാം കേട്ടോ. ആ ഒരു ടൈം ആയപ്പോഴത്തേക്ക് ഇത് കണ്ടോ, മുട്ടയൊക്കെ അത്യാവശ്യം നല്ലോണം ഒന്ന് വെന്ത് നല്ലപോലെ ആയി വന്നിട്ടുണ്ട്. ഈ രീതിയിൽ ആയി വരണം കേട്ടോ. കുറച്ച് കഷ്ണമായിട്ടൊക്കെ ഉണ്ടാവണം. ഒന്ന് ഉതിർന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ ആയാൽ മതിയാവും കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എത്രത്തോളം മുട്ടേൻ്റെ ഫ്ലേവർ വേണോ അതിനനുസരിച്ച് മുട്ട ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മളിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മളിനി അരപ്പ് കഴുകിയ വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ഇതിൻ്റെ ഗ്രേവി എത്രത്തോളം വേണം എന്നുള്ളതിനനുസരിച്ച് നമുക്ക് വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാൻ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഒരുപാട് ലൂസായിട്ടുള്ളൊരു കറി ആവരുത്, എന്നാൽ ഒരുപാട് തിക്കായിട്ടുള്ളൊരു കറി ആവരുത്. പിന്നെ ഇപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും മുരിങ്ങയില കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്.
കണ്ടില്ലേ? അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഇത് മുരിങ്ങയിലൻ്റെ ഫ്ലേവർ അത്യാവശ്യം നല്ലപോലെ മുന്നിട്ട് നിൽക്കുന്ന ഒരു കറിയാണ് കേട്ടോ ഞാനിപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് മുട്ടൻ്റെ ഫ്ലേവറാണ് ഇഷ്ടമെന്നുണ്ടെന്നുണ്ടെങ്കിൽ മുട്ട കൂടുതലിട്ടിട്ട് മുരിങ്ങയില കുറച്ചിട്ടാൽ മതി, ഏകദേശം ഒരു പിടിയൊക്കെ ഇട്ടാൽ മതിയാവും കേട്ടോ. അപ്പോൾ മുട്ടക്കറീൻ്റെ ടേസ്റ്റായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറി തന്നെയാണ് ഇത്. ഒരുപാട് അങ്ങ് ഭയങ്കര ടേസ്റ്റ് ആണെന്നൊന്നും സംഭവമാക്കിയിട്ടൊന്നും പറയാനൊന്നുമില്ല. നമുക്കൊരു നാടൻ കറിയാണ്, നമുക്ക് പത്തിരിയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയും കൂടിയാണല്ലോ, നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. പിന്നെ നോമ്പിനും അത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ലൊരു കറിയാണ്, നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. ഇടയ്ക്ക് ഇതുപോലെ വെറൈറ്റി ആയിക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ.